അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നാം പലപ്പോഴും ചില ആൾക്കാരെ, നമ്മുടെ കീഴിലുള്ള, നമ്മുടെ അധികാരത്തുള്ള ആൾക്കാരെ നാം നന്നാക്കാൻ വേണ്ടി പല രീതിയിൽ, പല ശൈലിയിലാണ് നാം അവരെ ഉപദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഉപദേശത്തിൻ്റെ ശൈലി ശരിയാവാത്തതിൻ്റെ പേരിൽ അവർ നന്നാകുന്നതിൻ്റെ പകരം അവർ ചീത്തയായി പോവുകയാണ്. കാരണം നാം ഉപദേശിക്കേണ്ട രീതിയിലല്ല അവരെ ഉപദേശിച്ചത്. അത് മക്കളാവട്ടെ, ഭാര്യമാരാവട്ടെ, ശിഷ്യന്മാരാവട്ടെ, ആരുമാവട്ടെ, അവർ ഉപദേശിക്കേണ്ട രൂപത്തിൽ ഉപദേശിക്കാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും അത് ഉപകാരപ്പെടാത്തത്. ഇവിടെ നാം മുത്തുനബിയുടെ ഒരു മാതൃക നാം പഠിക്കേണ്ടതുണ്ട്. ഒരു ഹദീസ് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ നഹ്നു ഫിൽ മസ്ജിദ് മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പള്ളിയിലുണ്ടായിരുന്ന ഒരു ദിവസം, ഇത് ജാഅ അഅറാബിൻ ഫഖാല യബൂലു ഫിൽ മസ്ജിദ്, ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ പാത്തി. ആ സമയത്താണ് ഫഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്ക് നിക്ക് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഫസാറ ഇലൈഹി നാസു ലിയഖഉ ബിഹി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുസ്രിമുഹു ദഊഹു. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടപ്പോൾ ഒന്ന് മുത്തുനബിയുടെ മുമ്പിലാണ്, ഒന്ന് പള്ളിയാണ്. സ്വഹാബാക്കൾക്ക് സഹിക്കുമോ? അദ്ദേഹത്തിന് അടിക്കാൻ പോയി. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അദ്ദേഹത്തിന് തടയരുതേ. അയാളും ഏതായാലും പാത്തിയല്ലോ, പാത്തുന്ന ഒരാളെ തടയാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിനൊക്കെ ബുദ്ധിമുട്ടാകും, അദ്ദേഹത്തിന് വഹിച്ചുടുക, അയാൾ ഇഷ്ടംപോലെ പാത്തട്ടെ. എന്നിട്ട് അദ്ദേഹം മുഴുവനായി പാത്തിയതിൻ്റെ ശേഷം മുത്തുനബി അദ്ദേഹത്തിന് അടുത്തു വിളിച്ചുകൊണ്ടു അദ്ദേഹത്തിനോട് ദേഷ്യപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുപോലും മുത്തുനബി പറഞ്ഞില്ല. അവിടെ നിന്ന് മുത്തുനബി പറഞ്ഞു, ഇന്ന ഹാദിഹിൽ മസാജിദ്, ഇത് പള്ളിയാണ് മോനെ, ലാ തസ്ലഉ ലിശൈഇൻ മിൻ ഹാദൽ ബൗൽ വലൽ കദ്, ഈ പള്ളിയിൽ മൂത്രിക്കാനോ കച്ചറുണ്ടാക്കാനോ ഒന്നും പാടില്ല. ഇതിന് ബഹുമാനം നൽകണം എന്നുള്ള വലിയൊരു പാഠം സമാധാനത്തോടു കൂടെ അദ്ദേഹത്തിനേക്ക് മുത്തുനബി പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നമാഹിയ ലിദിക്രില്ലാഹി അസ്സ വജൽ വസ്സലാത്തി വഖിറാഅത്തിൽ ഖുർആനി. എന്നിട്ട് അങ്ങനെ അദ്ദേഹത്തിനോട് പള്ളിയുടെ മഹത്വങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഫഅമറ റജുലൻ മിനൽ ഖൗമി ഫജാഅ ബിദൽബിൻ മിൻ മാഇൻ ഫശന്നഹു അലൈഹി. സുബ്ഹാനല്ലാഹ്. ഒരാളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. ആ വെള്ളം കൊണ്ട് അവിടെ ഒഴിക്കുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, വലിയൊരു സംഭവമാണ് ഇത് നടന്നത്. എന്നാലും മുത്തുനബി എത്ര ഭംഗിയായിട്ടാണ് അതൊക്കെ കൈകാര്യം ചെയ്തത്. ഇതാണ് നാം നമ്മുടെ കീഴിലുള്ള നമ്മളെ മക്കളാവട്ടെ, ഭാര്യമാരാവട്ടെ, ശിഷ്യന്മാരാവട്ടെ, അവരെയെല്ലാം ഉപദേശിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ട ശൈലി, മാതൃക അത് മുത്തുനബിയുടേതാണെന്ന് ഗൗരവത്തോടു കൂടെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.